വാര്യർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായ രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് സന്ദീപ് വാര്യർ. ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ വിവാദങ്ങളും പ്രസ്താവനകളുമായി കളം നിറഞ്ഞു കളിക്കുകയാണ് നമ്മുടെ സന്ദീപ് വാര്യർ. എന്നാൽ ഇന്ന് അദ്ദേഹം കണ്ടത് സമസ്തയുടെ പ്രസിഡന്റ് കൂടിയായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ്. അതായത് അദ്ദേഹം ആദ്യം അദ്ദേഹം BJP-യുമായിട്ട് പ്രശ്നത്തിലാവുന്നു, പാലക്കാട് ജില്ലയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം BJP-യിൽ നിന്നും മാറുമെന്നുള്ള സംശയം ഉയരുന്നു. അദ്ദേഹം RSS-നെ സമീപിക്കുന്നു. പക്ഷെ അവരൊന്നും അദ്ദേഹത്തിന്റെ പരാതികൾ കേൾക്കാൻ തയ്യാറാവുന്നില്ല. അതിനുശേഷം CPM-ലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷെ ആ ധാരണകൾ ഫലവത്താവുന്നില്ല. CPI-യിലേക്ക് ശ്രമിക്കുന്നു. അതും ഫലവത്താവാതെ വന്നപ്പോഴാണ് അദ്ദേഹം കോൺഗ്രസിനെ തെരഞ്ഞെടുത്തത്. കോൺഗ്രസിൽ എത്തിയതിനു ശേഷം വലിയ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ മുൻ പ്രസ്താവനകളെ ഇടതുപക്ഷമടക്കം അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ മതേതര സമൂഹം ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം മുൻ നിലപാടുകളെയൊക്കെ തള്ളിപ്പറയുന്നു. ഞാൻ ആ സമയത്ത് അത്തരം പ്രസ്താവനകൾ നടത്തിയത് അതിന്റെ ഭാഗമായത് കൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ അത്തരം നിലപാടുകൾ ഇല്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അതിനുശേഷം വീണ്ടും കാര്യങ്ങൾ പോകുന്നു. പാണക്കാട്ടേക്ക് അദ്ദേഹം ചെല്ലുന്നു. പാണക്കാട് സാദിഖ് അലി തങ്ങളെ കാണുന്നു. ഇത് K. സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ വളരെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് UDF-ലെത്തിയാൽ ഉടനെ തന്നെ കോൺഗ്രസിലെത്തിയാൽ പാണക്കാട് തങ്ങളെ കാണണമെന്നുള്ള സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ള നിലപാടുകൾ K. സുരേന്ദ്രൻ പറയുന്നു. അങ്ങനെ ആ ദിവസവും കടന്നു പോകുന്നു. ഇന്നത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ പ്രമുഖമായ ഒരു മുസ്ലിം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ് സന്ദീപ് വാര്യർ സന്ദർശിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നുള്ളത്. എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാകുന്ന ഇല്ല എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്. കാരണം സന്ദീപ് വാര്യർ ആത്യന്തികമായിട്ട് അദ്ദേഹം ഒരു സ്വയം സേവകനായിരുന്നു, ഒരു RSS-ന്റെ പ്രവർത്തകനായിരുന്നു. ഒരു RSS-ന്റെ സ്വയം സേവകനായ പ്രവർത്തകനായ സന്ദീപ് വാര്യർ BJP-യിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ BJP-യുമായി അസ്വാരസ്യമുണ്ടായതിനു ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മാതൃസംഘടനയെ തന്നെ RSS-നെ സമീപിക്കുകയാണ് പരാതിയുമായിട്ട്. പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ പരാതി കേൾക്കാനോ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തെ ചേർത്ത് നിർത്താനും തയ്യാറാവുന്നില്ല. കാരണം അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. അതിന് BJP-യിലുണ്ടായ ആഭ്യന്തര കുഴപ്പങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഹേതു എന്നുള്ളത്. അതിനുശേഷമാണ് അദ്ദേഹം മതേതര ചേരിയിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതും കോൺഗ്രസിലെത്തുന്നതും അദ്ദേഹം തന്റെ മുൻ നിലപാടുകളെ നരേന്ദ്രമോദിയെ അടക്കം തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുള്ളത്. എന്നാൽ ഇന്നത്തെ ഈ ഒരു 3 ദിവസത്തെ സംഭവങ്ങൾ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ അദ്ദേഹം എന്തോ കൃത്രിമത്വമായി തെളിയിക്കാൻ പോകുന്നു എന്നുള്ള സാഹചര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വളരെ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ മുൻ ആശയങ്ങളെ അദ്ദേഹത്തിന്റെ നിലപാടുകളെയൊക്കെ അദ്ദേഹം തള്ളിപ്പറയുമ്പോൾ പോലും അദ്ദേഹം വളരെയധികം കൃത്രിമത്വം നിറഞ്ഞ ഒരു സമീപന രീതി സ്വീകരിക്കുന്നോ എന്നുള്ള സംശയമുണ്ട്. കാരണം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. വിശിഷ്യ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആദ്യമായി തന്നെ UDF-ന്റെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണുന്നു, പാണക്കാട് ചെല്ലുന്നു. പിറ്റേ ദിവസം തന്നെ സമസ്തയുടെ പ്രസിഡന്റിനെ കാണുന്നു. ഇനി നാളെ ആര് കാന്തപുരത്തെ കാണുമോ മറ്റാരെങ്കിലും കാണുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഇങ്ങനെ ഇദ്ദേഹത്തെ ആരോ ഈ PR ഏജൻസി വർക്ക് ചെയ്യുന്നത് പോലെ ഇദ്ദേഹത്തിന് പിറകിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം ഓരോ ദിവസവും സന്ദീപ് വാര്യർ എന്ന സ്വയം സേവകൻ RSS-ന്റെ പ്രവർത്തകനായിരുന്ന സന്ദീപ് വാര്യർ ഇത്രയും പെട്ടെന്ന് മുസ്ലിം സമുദായവുമായിട്ട് ഇത്തരത്തിൽ എൻഗേജ് ചെയ്യാൻ, ഇത്തരത്തിൽ കൂടിച്ചേരാനുള്ള കാരണങ്ങൾ എന്താണ് എന്നാണ്. അത് RSS-ന്റെ ഐഡിയോളജി അദ്ദേഹം പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. RSS മുസ്ലിം സമുദായത്തിന് നേരെ സ്വീകരിക്കുന്ന നയനിലപാടുകൾ തെറ്റാണെന്ന് പൂർണ്ണമായിട്ടും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രമുഖമായ പ്രസ്താവന. അത് മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗം വലിയ ആഘോഷത്തോടെയാണ് കൊണ്ടുപോയത്. അതായത് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയുന്നവർ ആണ് എങ്കിൽ അവരെല്ലാവരും എന്നെ കൂടെ ചേർത്തു നിർത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്റെ ജീവിത രീതി, ഞാൻ മുൻനിലപാടുകളെ മാറ്റുകയാണെന്നും അത് ഖലീഫ ഉമറിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട രീതിയിൽ നോക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും സന്ദീപ് വാര്യർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെയധികം താല്പര്യത്തോടു കൂടി കാണുമ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത്, ഇത്തരം സമീപനങ്ങൾ എന്നുള്ളത് അദ്ദേഹം ഒരു PR ഏജൻസി വർക്ക് ചെയ്യും പോലെയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് പറയേണ്ടി വരും. ഏതായാലും പ്രവാചകന്റെ കാലത്ത് ഖലീഫ ഉമറിനെ പറ്റി സന്ദീപ് വാര്യർ പറഞ്ഞ വാക്കുകളുണ്ട്. അത് നമുക്ക് ആദ്യം കണ്ടു നോക്കാം. അങ്ങനെയാണെങ്കിൽ സരിൻ കോൺഗ്രസ് വിട്ട് പോന്നിട്ടുണ്ടോ? സരിന്റെ പഴയകാല മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ?
ഈ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ എന്ന് പറയുന്നത് നമ്മൾ അതാത് കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള, നമ്മൾ അതാത് കാലങ്ങളിൽ പോയിട്ടുള്ള സ്ഥലങ്ങൾ, നമ്മൾ അതാത് കാലങ്ങൾ, അതാണല്ലോ നമ്മൾ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണിത്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡയറിയാണിത്. അത് എൻ്റെ ഭൂതകാലം അങ്ങനെയല്ലായിരുന്നു എന്ന് എന്തിനാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത്? ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ അന്നത്തെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയും വിഷം വമിപ്പിക്കുന്ന, വിദ്വേഷം വമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എൻ്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും ഒപ്പം സാഹോദര്യത്തിൻ്റെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് UDF കയറി വന്ന ഒരാളാണ് ഞാൻ. ഇനി എന്നെ വർഗീയവാദി എന്ന് മുദ്ര കുത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ മുദ്ര കുത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമറിൻ്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖലീഫ ഉമറിൻ്റെ ചരിത്രം അറിയില്ലേ? പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു. പക്ഷേ ആ ഖലീഫ ഉമർ നിലപാട് തിരുത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരിവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നെ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മതേതരത്വ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ, മതനിരപേക്ഷ വിശ്വാസികൾ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. അത് CPM-നും BJP-ക്കും ഒക്കെ ബോധ്യം വന്നിട്ടുണ്ട്. പരാജയം CPM-നെയും BJP-യെയും തുറച്ചു നോക്കുകയാണ്. കോൺഗ്രസിൻ്റെ UDF-ന്റെ അത്ഭുതകരമായ വിജയം, അഭൂതപൂർവമായിട്ടുള്ള വിജയം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം തടയാൻ വേണ്ടി അവസാന നിമിഷം നടത്തുന്ന ഈ നെറികെട്ട നീക്കത്തിനെതിരെ കേരളത്തിലെ മതനിരപേക്ഷ മനസാക്ഷി പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഈ RSSന്റെ ശാഖ തുടങ്ങുന്നതിന് വേണ്ടി താങ്കൾ തറവാട്ടിന്റെ ഭാഗമായിട്ട് സ്ഥലം കൊടുത്തിരുന്നു. ഇപ്പോഴും അതിന്റെ ഓക്കെ, അതാണ് സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് സന്ദീപ് വാര്യർ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം വന്ന വഴികളാണ്. പക്ഷെ മുൻകാലങ്ങളിലെ തന്റെ നിലപാടുകൾ വിദ്വേഷം വമിക്കുന്നതാണെന്നും വർഗീയ വിഷം ആണെന്നും ഉള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അത് തെറ്റാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്. അതൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ മുമ്പ് ഞാൻ അങ്ങനെയായിരുന്നു എന്നാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പിന്നീട് പറഞ്ഞ കാര്യങ്ങളാണ് യഥാർത്ഥ പോയിന്റ് ഇരിക്കുന്നത്. കാരണം അദ്ദേഹം പറയുകയാണ്, ഇവർക്കൊന്നും പ്രവാചകന്റെ കാലത്ത് ജീവിച്ച ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല. അഥവാ ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ് പ്രവാചകന്റെ കാലഘട്ടവും അതോടൊപ്പം തന്നെ ഖലീഫ ഉമറിന്റെ കാലഘട്ടവും. അപ്പോൾ ഖലീഫ ഉമർ ഈ ഇസ്ലാമിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രമാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. പക്ഷെ സന്ദീപ് വാര്യർ വന്നിരിക്കുന്നത് ഇസ്ലാമിലേക്കല്ല, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം മതേതര പക്ഷത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ ഇസ്ലാമിക ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഖലീഫ ഉമറിന്റെ ചരിത്രം സന്ദീപ് വാര്യർക്ക് മുൻകൂട്ടി അറിയാമോ എന്നുള്ള ഒരു സംശയം ഉയരുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലെത്തിയിട്ട് കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനം എന്നുള്ളത് വളരെ വലിയ മുസ്ലിം വിരുദ്ധ സമീപനങ്ങളാൽ ഇന്ത്യയിൽ ചർച്ചയാകപ്പെട്ടിരിക്കുന്ന, ലോകത്ത് ചർച്ചയാകപ്പെട്ടിരിക്കുന്ന അത്തരം ഒരു RSS എന്നുള്ള പ്രത്യയശാസ്ത്രത്തെയാണ്. അപ്പോൾ അത്തരം ഒരു പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്ന, അത്രയും കാലം ഉൾക്കൊണ്ട സന്ദീപ് വാര്യർക്ക് അത്രയും കാലം ഈ ഖലീഫ ഉമറിന്റെയും ഈ ഇസ്ലാമിക ചരിത്രവും അറിയാമായിരുന്നോ എന്നുള്ള ഒരു സംശയമാണ് ഇവിടെ വരുന്നത്. എങ്കിൽ ഇതിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കാനാണ് സാധ്യത. ഒന്നെങ്കിൽ സന്ദീപ് വാര്യർക്ക് മുൻകൂട്ടി തന്നെ സന്ദീപ് വാര്യർക്ക് കൃത്യമായിട്ട് ഈ ഇസ്ലാമിക ചരിത്രമോ അല്ലെങ്കിൽ പ്രവാചകന്റെ ചരിത്രമോ അറിയാം, ഖലീഫ ഉമറിന്റെ ചരിത്രവും. അതോടൊപ്പം തന്നെ ഇതൊക്കെ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട അതിൽ കൂടുതൽ പഠിച്ച ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന ചരിത്രമാണ്. എങ്കിൽ ആ ചരിത്രം അറിയായിരിക്കാം. അല്ല എങ്കിൽ സന്ദീപ് വാര്യർക്ക് ഇത്തരം കാര്യങ്ങൾ ഈ പത്രക്കാരോട് പറയണമെന്ന് ഇവരുടെ കൂടെയുള്ള ആളുകൾ തന്നെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ മുസ്ലിം സമുദായവുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ അവരുമായിട്ട് ഏറ്റവും വൈകാരികമായി സംവദിക്കാവുന്ന വിഷയങ്ങളെ കൊണ്ടുവരണമെന്നുള്ള PR വർക്ക് പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പറയിക്കുന്നതാകാം. രണ്ട് സാധ്യതകളുണ്ട്. ഒന്നെങ്കിൽ സന്ദീപ് വാര്യർക്ക് കൃത്യമായിട്ട് ഈ ഒരു ചരിത്രവും പശ്ചാത്തലവും ഇത്തരം കാര്യങ്ങളും കൃത്യമായിട്ട് ഇസ്ലാമിക ലോകവും മുസ്ലിം ലോകവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ, പ്രവാചക ചരിത്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സന്ദീപ് വാര്യരെ പോലെയുള്ള ഒരു സ്വയം സേവകനായി വർഷങ്ങളോളം നിന്നിട്ടുള്ള ആൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഇതിൽ മറ്റൊരു കാര്യം കൊണ്ടിട്ടുണ്ട്. RSS പറയും പോലെയുള്ള RSS പറയുന്ന കാര്യങ്ങൾ, RSS മുസ്ലിം സമുദായത്തെ കുറിച്ച് പറയുന്ന സങ്കല്പങ്ങൾ എന്നുള്ളത് അത് അവർ മനഃപൂർവ്വം പറയുന്നതാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇത്തരം പ്രവാചക ചരിത്രവും ഖലീഫ ഉമറിന്റെ ചരിത്രവും അറിയാം എന്നുള്ള ഒരു സംശയം അവിടെ ബാക്കിയാണ്. എന്നിട്ട് മനഃപൂർവ്വം ഇത്തരം ഒരു സമീപനം, ഇത്തരം
ഇത്തരം ഒരു കാര്യങ്ങൾ ഈ മുസ്ലിം സമുദായത്തിന് നേരെ RSS പറയുന്നതാണോ എന്നുള്ള സംശയമുണ്ട്. മറ്റൊന്ന്, സന്ദീപ് വാര്യർ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴാരെങ്കിലും പറഞ്ഞ് ഈ കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത് ഈ സമയത്ത് എന്ന് പറഞ്ഞു കൊടുത്ത് പറയുകയാണെങ്കിൽ അതിൽ വലിയ കുഴപ്പമുള്ളതായി തോന്നുന്നില്ല. കാരണം അത് അത് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശാനുസരണം ചെയ്യുന്ന കാര്യമാണ്. ഏതായാലും ഇത്തരം ഒരു സന്ദീപ് വാര്യർ ഈ ഒരു 2-3 ദിവസം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തെ മതേതര പക്ഷത്തേക്ക് വന്നു എന്നതിൽ കേരളീയ സമൂഹം വളരെ വലിയ ആശ്വാസം കണ്ടെത്തുമ്പോഴും അദ്ദേഹത്തിന്റെ മുൻ പോസ്റ്റുകൾ വിദ്വേഷം വമിക്കുന്നതാണ് എന്ന് പറയുന്ന അദ്ദേഹം അത് ഒഴിവാക്കുന്നില്ല. അതായിരുന്നു താൻ എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ CPM-ന്റെ ഈ ഒരു പരസ്യം കൊടുക്കൽ, അഥവാ സുപ്രഭാതവും അതോടൊപ്പം തന്നെ നമ്മുടെ സിറാജും അടക്കമുള്ള പത്രങ്ങൾക്ക് ഇവർ കൊടുത്തിരിക്കുന്ന പരസ്യം എന്നുള്ളത്, ആ പരസ്യങ്ങളിൽ പറയുന്നുള്ള കാര്യങ്ങൾ എന്നുള്ളത് സന്ദീപ് വാര്യരുടെ മുൻ നിലപാടുകളാണ്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. അത് വിദ്വേഷവും വർഗീയതയും വിദ്വേഷം വമിക്കുന്നതും വംശീയമായ പോസ്റ്റുകളാണ് എന്ന് പറയുന്നുണ്ട്. അതാണ് CPM ആ കൊടുത്ത പരസ്യത്തിന്റെ ഉള്ളടക്കം എന്നുള്ളത്. എന്നാൽ സന്ദീപ് വാര്യർ ഇത്രയും കാലം ഇത്തരം പോസ്റ്റുകൾ ചെയ്ത് വിദ്വേഷപരമായ അല്ലെങ്കിൽ വർഗീയമായ പോസ്റ്റുകൾ ചെയ്ത് സമൂഹ മാധ്യമത്തിലും പൊതുരംഗത്തും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുമ്പോൾ കേരളം ഭരിച്ചിരുന്നത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം CPM-ന് നേരെ ഉയർത്താൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ മറ്റൊരു വശം എന്നുള്ളത്. കാരണം കേരളത്തിൽ ഈ സന്ദീപ് വാര്യർ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും ഇത്രയും കാലം കേരളത്തിൽ ഉണ്ടായിരുന്ന ഭരണകൂടം ആരുടേതാണ്, ആഭ്യന്തരമന്ത്രി ആരുടേതാണ്, കേരളം ഭരണം നടത്തിയത് ആരാണ്? വംശീയതയും വർഗീയതയും വിദ്വേഷപരമായ പോസ്റ്റുകൾ അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾക്കെതിരെ എന്തുകൊണ്ട് ഇവർ നിയമ നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. ഈ പരസ്യങ്ങൾ നൽകലാണോ നിയമ നടപടികൾ സ്വീകരിക്കലാണോ യഥാർത്ഥ ഉത്തരവാദിത്തം എന്നുള്ള ചോദ്യങ്ങളും അവിടെ അന്തരീക്ഷത്തിൽ ബാക്കിയാവുന്നുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ നോക്കുമ്പോൾ സന്ദീപ് വാര്യർ ഭാവിയിൽ എന്താകും, അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ ഇനിയുള്ള നിലപാടുകൾ എന്താകും, വരും കാലങ്ങളിൽ അദ്ദേഹം RSS ഐഡിയോളജിയിൽ ഉണ്ടാകുന്ന ഈ വക കാര്യങ്ങളെ പറ്റിയുള്ള സംസാരങ്ങൾ നടത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയാവുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇതുവരെയുള്ള സാഹചര്യം വെച്ചുകൊണ്ട് ഇത് സന്ദീപ് വാര്യരെ പിന്തുടർന്നുകൊണ്ടുള്ള മാധ്യമ ഘോഷയാത്ര തുടരാൻ തന്നെയാണ് സാഹചര്യം നിലവിലുള്ളത്.